കൊച്ചി കളമശ്ശേരി ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ പ്രധാനപ്പെട്ട ഡീലർ പിടിയിലായി. ഒഡീഷ സ്വദേശി അജയ് പ്രധാനാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്. വിഷ്ണു, ഇയാൾ സ്ഥിരമായി കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തുന്നതല്ല, ഡീലറാണോ? ഇതിൻ്റെ ലീഡറാണോ അയാൾ? ഗുഡ് മോർണിംഗ്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഡീലർ എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. നേരത്തെ ഇയാളുമായി ബന്ധപ്പെട്ട് ചില പരാതികളും ഒക്കെ ചില വിവരങ്ങളൊക്കെ പോലീസിന്റെ പക്കൽ ഉണ്ടായിരുന്നു. ഈ പോളിടെക്നിക് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് 3 ഇതര സംസ്ഥാനക്കാരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നിലവിൽ അജയ് പ്രധാനെ ഒഡീഷയിലുള്ള ദാരികാബാദിൽ നിന്ന് പിടികൂടിയതെന്നാണ് മനസ്സിലാകുന്നത്. കഴിഞ്ഞ ദിവസമാണ് കളമശ്ശേരിയിൽ നിന്നുള്ള പോലീസ് സംഘം അവിടെ എത്തിയത്. ഇന്നലെ രാത്രിയോടുകൂടി ഇയാളെ ഇവിടെ എത്തിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്ന് നേരത്തെ ഏകദേശം ഒരു 2 കിലോളം കഞ്ചാവ് പിടികൂടിയിരുന്നു. ആ കഞ്ചാവ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾക്ക് കൈമാറിയത് ഇതര സംസ്ഥാനക്കാരാണ്. ഈ ഇതര സംസ്ഥാനക്കാര് ബൾക്ക് എമൗണ്ട് കഞ്ചാവ് എടുക്കുന്നത് ഇയാളുടെ പക്കൽ നിന്നാണെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അങ്ങനെയെങ്കിൽ എറണാകുളത്തേക്ക് എത്തുന്ന ഈ കഞ്ചാവ് എത്തുന്നതിന്റെ പ്രധാനപ്പെട്ട സോഴ്സായി പിടിയിലായ അജയ് പ്രധാൻ മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അയാൾ കൂടുതൽ കേസുകളിലൊക്കെ പ്രതിയാകാനുള്ള സാധ്യതയും നിലവിലുണ്ട്. കളമശ്ശേരി പോലീസിന്റെ വളരെ ക്ലിനിക്കലായ ഒരു ഓപ്പറേഷനായിരുന്നു ഇത്. വളരെ കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പോയാണ് അയാളെ പിടിച്ചുകൊണ്ടുവന്നത്. അതായത് ഈ കൊച്ചിയിലേക്കുള്ള ലഹരി വരവ് കട്ട് ചെയ്യുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്രയും ചടുലമായൊരു നീക്കം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായത്. അയാളെ ഇന്ന് റിമാൻഡ് ചെയ്യാനുള്ള നടപടിയിലേക്ക് കടക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.